1, 2, 3, 4. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ടോക്സ് ബൈ ആർജയുടെ ഒരു അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ തന്നെ ഒരു ലേറ്റസ്റ്റ് പവർ ബാങ്കായ പവർ ബാങ്ക് 2i 2000 mAh ഒരു പവർ ബാങ്കാണ്. അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് പവർ ബാങ്ക് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആംബ്രൈൻ്റെ പവർ ബാങ്കാണ്. ഇതൊരു 10,000 mAh ആണ്. എന്നാൽ പവർ ബാങ്ക് മേഖലയിൽ MI കഴിഞ്ഞ 2 വർഷത്തിനിടെ കൊണ്ടുവന്നിരിക്കുന്ന പവർ ബാങ്ക് എല്ലാം തന്നെ സക്സസ്ഫുൾ ആയിരുന്നു. അതിൽ 2i 10,000 mAh പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ അതിന് 899 റുപ്യാണ് ഇപ്പോൾ MIയുടെ സൈഡിൽ അതിനുള്ള റേറ്റ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞേക്കാം 1,500 റുപ്പീസാണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ കാണാം ഇൻപുട്ട് വോൾട്ടേജ് പറഞ്ഞിരിക്കുന്നത് 5 വാൾട്ട് 2 ആംപിയർ അല്ലെങ്കിൽ 9 വാൾട്ട്. കേസ് നോക്കണം, 9 വാൾട്ട് 2 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജ് ഇൻപുട്ടായിട്ടും സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് പുറത്തേക്കും കൊടുക്കാം. എന്ന് പറഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്യാനും ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5 വാൾട്ട് 5.1 വാൾട്ട് 2.4 ആംപിയർ ഔട്ട്പുട്ടും ഉണ്ട്. അതുപോലെ 9 വാൾട്ട് 2 ആംപിയർ ഔട്ട്പുട്ടും ഉണ്ട്. 12 വാൾട്ട് 1.5 ആംപിയർ ഔട്ട്പുട്ടും ഉണ്ട്. 18 വാൾട്ടാണ് മാക്സിമം ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എല്ലാ വീഡിയോയിലും പറയേണ്ടതില്ലല്ലോ, നമ്മൾ എല്ലാ പ്രോഡക്റ്റും അൺബോക്സ് ചെയ്തിട്ടാണ്, ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കാരണം എനിക്ക് തന്നെ ആദ്യം ഇത് റിവ്യൂ ചെയ്യുമ്പോൾ എനിക്കിതിനെക്കുറിച്ചൊരു അറിവ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതെന്ന്. ഒരു ടാക്സ് ബില്ലാണെന്ന് തോന്നുന്നു. ഇതൊരു ടാക്സ് ബില്ലാണ്. ഇൻവോയ്സ് 228 റുപ്യ ടാക്സ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് MIയുടെ ഒരു ബില്ലാണ്. നമുക്ക് ഇവിടെ കാണാം ഒരു സ്ക്രാച്ച് ഫോർ സെക്യൂരിറ്റി കോഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു MIയുടെ ഒരു സ്റ്റിക്കർ. ഇതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനാലിറ്റി, ഈ MIയുടെ പവർ ബാങ്കിൻ്റെ ഒറിജിനാലിറ്റി ടെസ്റ്റ് ചെയ്യാനാണ്. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കോഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ടാവും. ആ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ എത്രത്തോളം ഒറിജിനലാണ് ഈ പ്രോഡക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കവർക്ക് എന്ന് അടുത്ത് വെക്കാം. ഇതിൻ്റെ യൂസർ മാനുവലാണ്. മാനുവലിൻ്റെ അകത്ത് ആ സ്ക്രാച്ച് ചെയ്യേണ്ട ആ സ്റ്റിക്കറിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഫസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചാർജ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ എന്നാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ പറയുന്നത്. കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും, പിന്നെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളും, പവർ ബട്ടണൊക്കെ എവിടെയാണെന്നും എന്താണെന്നും ഒക്കെയാണ് ഈ യൂസർ മാനുവൽ പറയുന്നത്. നമുക്ക് അത് മാറ്റി വെക്കാം. MIയുടെ പവർ ബാങ്കിലേക്ക് കിടക്കാം. ഒരു കേബിള് MI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പവർ ബാങ്കിലും എല്ലാ കമ്പനികളും കേബിള് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു അഡാപ്റ്ററൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് എല്ലാ പവർ ബാങ്കും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, ഒരു യൂണിക് ഡിസൈനാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് MIയുടെ 20,000 mAh പവർ ബാങ്ക്. നമുക്ക് കാണാം ഒരു ബട്ടൺ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാർജിങ് ലെവൽ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കിത് തന്നപ്പോൾ 50% ചാർജ് ആയിരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചാർജ് ചെയ്ത് ഒരു ലൈറ്റും കൂടി കൂട്ടിയിട്ടുണ്ട്. നല്ല സ്ലീക്ക് ഒരു MIയുടെ ലോഗോ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഫേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കത്തുന്ന LED ബൾബ് ഒട്ടും തന്നെ സ്പ്രെഡ് ആവില്ല. ആ റൗണ്ടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും LED ബൾബ് കത്തുക. അതുപോലെ തന്നെ USB പോർട്ടിലേക്കും സ്പ്രെഡ് ആകത്തില്ല. നമുക്ക് ഇതിലെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ പ്രകാശം വരുന്നത് കാണാനും സാധിക്കില്ല ഒറിജിനൽ വേർഷനിൽ. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഈ വൈറ്റ് ലൈറ്റിന് പകരം ഒരു ബ്ലൂ ലൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രകാശം എല്ലാം വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രിൻറ്റിംഗ് അല്ല, നമുക്ക് ഇങ്ങനെ ഒന്ന് കൈ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും അത് എക്സ്ട്രാ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രിൻറ്റിങ് പോലെ നമുക്ക് തോന്നാം. കൈ ഓടിക്കുമ്പോൾ നമുക്ക് തടയുന്ന ആയിട്ട് ശ്രദ്ധിക്കാം. കുറച്ച് തിക്നെസ് അധികമാണ്. പക്ഷേ ഈ 2i എന്ന് പറയുന്ന ഈ ഒരു പവർ ബാങ്കിൽ പഴയ 10,000 mAh അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ തിക്നെസ്സിൻ്റെ കാര്യം മാത്രമേ പറയേണ്ടതുള്ളൂ. കാരണം ഈ തിക്നെസ് നേരെ ഹാഫ് ആയിരിക്കും 10,000 mAh. ഈ ഇതേ മോഡലിൻ്റെ തന്നെ 10,000 mAhൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് എല്ലാം സെയിം ആണ്.
10,000 mAh ഇതിൻ്റെയും. ഇത് പോക്കറ്റിൽ കൊണ്ട് നടക്കാനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ 10,000 mAh ആയിരുന്നെങ്കിൽ പോക്കറ്റിലല്ല നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇതിൻ്റെ ടൈം ഫുൾ ചാർജ് ആകാൻ ഇതിനെടുക്കുന്ന ഒരു ടൈം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജ് ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ക്വിക്ക് ചാർജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ഏകദേശം ഒരു 6 hours എൻ്റെ അടുത്ത് എടുക്കുന്നതാണ്. 6 hours and something. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 7 hours എന്ന് കൂട്ടാം. 7 hours അടുത്ത് എടുക്കുന്നതാണ് ഈ പവർ ബാങ്ക് ചാർജ് ക്വിക്ക് ചാർജിൽ. ഇനി 5 volt 2 ampere, അതായത് നോർമൽ ചാർജർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 5 volt 2 ampereൻ്റെ കേസാണ് പറയുന്നത്. 5 volt 2 ampereൻ്റെ കേസിൽ 10 hours അടുത്ത് ഈ പവർ ബാങ്ക് ചാർജ് ആവാൻ വേണ്ടി എടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 20,000 mAh ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ 4,000 mAh ഉള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് ചാർജ് ചെയ്യാൻ വേണ്ടി 3-4 പ്രാവശ്യമെല്ലാം ചാർജ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. 20,000 mAh എന്ന് ഈ പവർ ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് 16,000 to 17,000 mAh മാത്രമേ എഫിഷ്യൻസി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 16,000 17,000 വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ചാർജിങ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ്. നമ്മൾ ഇങ്ങനൊരു പവർ ബാങ്ക് പരിചയപ്പെട്ടു. നമ്മൾ ഏറ്റവും കൂടുതൽ പവർ ബാങ്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക ഫ്ലഡൊക്കെ വന്ന ടൈമിനായിരിക്കും. അപ്പോൾ കറണ്ടൊന്നും ഇല്ലാതിരുന്നപ്പോഴായിരിക്കും പവർ ബാങ്ക് എന്നൊരു സംഭവത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പം ഇത്തരത്തിലൊരു അവസ്ഥയിൽ നമുക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പവർ ബാങ്ക് തന്നെയാണ് MI പുറത്തിറക്കിയിരിക്കുന്ന 20,000 mAh പവർ ബാങ്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും എന്ന പോലെ ഞാൻ മുമ്പിൽ വന്ന് നിന്നിട്ടല്ല ഇങ്ങനെ ഈ ഒരു അൺബോക്സിങ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ കൂട്ടാം. വെറൈറ്റി അല്ല, പലപ്പോഴും പലരും ചെയ്തിട്ടുണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കാമെന്ന് എനിക്കൊന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടരികത്തായി കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഈസ് രാഹുൽ രാജ് ഫ്രം ടെക് ടോക്സ് ബൈ RJ സൈനിങ് ഔട്ട്. ബൈ ബൈ.